നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എൻ്റെ വിശേഷം പറയട്ടെ. ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേ എല്ലാവരും പ്രാർത്ഥിക്കണേ. ഒത്തിരി 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 അത് ഇതൊക്കെ കാര്യങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ. സമാധാനം ഉണ്ടാവാനും എല്ലാ കാര്യത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പണ്ട് പറയായിരുന്നു, പിന്നെ എവിടെയും കണ്ടിരിക്കുന്ന വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലല്ലേ ഞങ്ങളുടെ പരിപാടി എന്ന് പറയും. എന്നാലും എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന പലരും ഉണ്ട്. മോളെ പോലെ വരുന്നവരും, അനിയത്തിയെ പോലെ വരുന്നവരും, ചേച്ചിയെ പോലെ വരുന്നവരും ഉണ്ട്. അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. കാണുമ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട്, കൊച്ചല്ല അന്ന ഈ അമ്മച്ചി സമാധാനമാകട്ടെ. കൊച്ചെന്ന് പറയുമ്പോൾ ചെയ്യോ കൊച്ചോന്ന്. എല്ലാ പ്രായത്തിലും നമുക്കൊരു കൊച്ചിത്തം, ഒരു കുട്ടിത്തം മനസ്സിൽ വേണം. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. എനിക്ക് കുഞ്ഞു കളിക്കാനും ഇപ്പോഴും വേണമെങ്കിൽ സാറ്റ് കളിക്കാനും ഓടിച്ചാട്ടം കളിക്കാനൊന്നും ഒരു മടിയില്ല. അത് വേണ്ടേ? ഞാനങ്ങനെ അല്ലേ എപ്പോഴും മസിലും പിടിച്ചു ഗൗരവം പിടിച്ചു ഞാൻ വലിയ ഇതാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്താ കാര്യം? ആർക്ക് എന്താ നേട്ടം? ഇത് സീരിയസ് ആകുമ്പോഴത്തെ സീരിയസ് ആണ്. അപ്പൊ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒത്തിരി നാൾ കൂടിയിട്ട് നൈറ്റിയാണ്. ഒത്തിരി പേര് ഇടയ്ക്കെല്ലാം ചോദിക്കും, നേരത്തെയൊക്കെ നൈറ്റി കാണിക്കുമായിരുന്നു, ബെഡ്ഷീറ്റ് കാണിക്കുമായിരുന്നു, ഇപ്പൊ എപ്പോൾ നോക്കിയാലും സാരി മാത്രമേ ഉള്ളൂ, സാരി മാത്രമേ ഉള്ളൂ. ഈ നൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നു, ഇത് ഇടുന്ന അത്രയും സുഖം ഞാൻ ഇതിട്ട് നോക്കി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഇട്ട് നോക്കിയിട്ട് പറയാം. മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടും തൊട്ടുവാ പറയും. ഇത് ഞാൻ ഇട്ട് വരെ നോക്കിയിട്ട്, കാരണം ഇത് കൊള്ളാലോ എന്ന് എനിക്കിങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, നല്ല കംഫർട്ടാ ബോഡിക്ക്. ചൂടുള്ള സമയത്താണേലും തണുപ്പുള്ള സമയത്താണേലും. ഇനിയിപ്പോൾ ചൂടിൻ്റെ പ്രശ്നങ്ങൾ കുറയും, എന്നാലും നല്ല നൈറ്റിയാണ്. ഒരുമാതിരിപ്പെട്ടതൊക്കെ ഫ്രീ സൈസ്, ഒരുമാതിരിപ്പെട്ടതെന്നല്ല ഇപ്പൊ കാണിക്കുന്ന എല്ലാം ഫ്രീ സൈസാ. ഫ്രീ സൈസ് അല്ലാത്തത് വരുമ്പോൾ സ്ക്രീനെ കാണിക്കും. ഇതുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നോർമൽ വണ്ണം ഉള്ളവർക്ക്, നിങ്ങൾക്ക് ഇതിപ്പോൾ വലുതാണെങ്കിൽ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. എന്നാൽ ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ പേരുണ്ടല്ലോ ആൽഫൈൻ. റയോണിൻ്റെ ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. റയോണിൻ്റെ കൂടിയ മെറ്റീരിയലാണ്. റയോണിനെ കഴിഞ്ഞും ഒരു പടിക്ക് കൂടിയ മെറ്റീരിയലാണ്. റയോണിൻ്റെ കംഫർട്ട്നെസ് ആണ് ഇതിന് കിട്ടുന്നത്. പക്ഷെ റയോണിനെ കഴിഞ്ഞും അത്യാവശ്യം നല്ല കട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആൽഫൈൻ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ഇതാണ് ആദ്യത്തെ. ഇത് നെക്ക് കാണണം. നെക്ക് ഇങ്ങനെ ഒരിത്. കൈ ഉണ്ടല്ലോ, ഇച്ചിരി ചെറിയ കൈയാണ്. ഇച്ചിരി എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു കൈയാണ് കണ്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി കയറി കിടക്കും എന്നല്ല, എന്തേരം കിടക്കും എന്നുള്ളൊരു ഡൗട്ട് വരും. കണ്ടോ, ഇത്രയും വരും. ഇതിപ്പോൾ അടിക്കണം, ഇതുകൊണ്ട് ഇത്രയും വരും. നിങ്ങൾ ഇതിപ്പോൾ ലൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നൈറ്റിയുടെ കൈ നമുക്ക് ഇച്ചിരി ലൂസ് ആയിരിക്കും, നമ്മൾ എടുക്കുന്ന റെഡിമെയ്ഡ് എടുക്കുന്ന നൈറ്റിയുടെ. അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ഷേപ്പ് ചെയ്താൽ മാത്രം മതി. ലെങ്ത്തും വിട്ടും എല്ലാം നല്ലപോലെ ഉണ്ട്. ഏത് വരെ ഉള്ളവർക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ, വലിയ ഓവറായിട്ട് വണ്ണമില്ലെങ്കിൽ XXL വരെ, അല്ലെങ്കിൽ എക്സൽ തൊട്ട് താഴോട്ടുള്ള ആർക്ക് വേണേലും എടുക്കാം. എന്നിട്ട് ഷേപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഷേപ്പ് ചെയ്താൽ മാത്രം മതി. ആദ്യത്തേത് ഇത്. ഇനി അതിൻ്റെ തന്നെ സെയിം കളറുകളാണ്. ഇത് അതൊരു ബിസ്ക്കറ്റ് കളറ്, ഇത് ആഷ് കളറ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. പിന്നെ ആ മോഡൽ മാറിയിട്ട് എംബ്രോയിഡറി ചെയ്ത നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് സെയിം മോഡൽ, മീൻസ് നെക്കിന്റെ പാറ്റേൺ മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആ. കൈയും ഇതുണ്ടോ, കൈയും കാണിച്ച്, കൈ ഇങ്ങനെ ഒരു ഡബിൾ ഇതായിട്ടാണ്. ഇങ്ങനെ ഒരു പാളി, പിന്നെ ഇങ്ങനെ ഒരു പാളി, ഇവിടെ സൈഡിൽ ഇങ്ങനെ ഓവർലോക്ക് ചെയ്തിരിക്കുക. ഇവിടെ ഒരു ലേസ് വർക്കും ഒരു എംബ്രോയിഡറി വർക്കും നെക്കിൽ കൊടുത്തിരിക്കുക. എല്ലാം നൈറ്റി കട്ട് നൈറ്റിയാണ്. പക്ഷെ ഈ നൈറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട്, ചുരിദാർ കട്ട് നൈറ്റിയാണ്. ഇങ്ങനെ വർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു നൈറ്റി കട്ട് നൈറ്റിയുടെ ഒരു ഫീലാണ് ഈ നൈറ്റിക്കല്ല, ഈ മോഡലിന്, ഈ ടൈപ്പ് നൈറ്റിക്ക് കേട്ടോ. ഇനി അതിൻ്റെ കളർ ചേഞ്ച് പർപ്പിള് വേണ്ട, ഇതാണ് സെയിം ആണ്. വർക്കും കാര്യങ്ങളെല്ലാം സെയിം, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ടീൽ ബ്ലൂ. നിവർത്തി കാണിക്കണോ? ഒരെണ്ണം കാണിച്ചോണ്ടാണ് എല്ലാം നിവർത്തി കാണിക്കേണ്ട. നല്ല മെറ്റീരിയൽ കേട്ടോ. അത് എനിക്ക് ഒട്ടും ചൂടെടുക്കത്തില്ല, ഭയങ്കര കംഫർട്ടാണ്. നമുക്കിപ്പോൾ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്കാണേലും ഇപ്പൊ ജോലിക്ക് പോയിട്ട് വരുന്നവർക്കാണേലും ചൂടുള്ള ഈ സാധനം വിട്ടിട്ട് പകലന്തിയോളം നടക്കുന്നവർക്ക് ഭയങ്കര പാടാ. അല്ലാത്തവർക്കും പാടാ. പിന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അണ്ടർസ്കേർട്ടൊന്നും ഇട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പുറത്തോട്ടൊന്നും പോകുന്നില്ല എങ്കിൽ. പിന്നെ ഇച്ചിരി കൂടെ സ്റ്റൈലിഷ് ആയിട്ട് നൈറ്റി, ഇപ്പൊ എല്ലാവരും ഈ ഫ്രോക്ക് നൈറ്റി ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടല്ലോ. ഇത് കണ്ടോ, ഈ നൈറ്റിയുടെ ഇതെന്ന് വെച്ചാൽ ഇവിടെ ഇതിനെന്നാ പറയുന്നത്, ഇവിടെ ഇങ്ങനെ സ്മോക്കി വർക്ക് കൊടുത്തിരിക്കുക. ഇവിടെ
ഇവിടെ സ്മോക്കി വർക്ക് കൊടുത്തിട്ട് ഭയങ്കര ഒരു 3/4 ഉള്ളൂ ലെങ്ത്. 3/4 എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞവർക്ക് നൈറ്റി ആയിട്ട് തന്നെ ഇടും. അത്യാവശ്യം പൊക്കം ഉള്ളവർക്ക് അതൊരു സ്റ്റൈലിഷാണ്. നമ്മൾ ഫ്രോക്ക് നൈറ്റി ഇടുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇടാം. ഫ്രോക്ക് നൈറ്റിയുടെ വേറൊരു വേർഷൻ എന്ന് പറയാം, നല്ല ഷേപ്പിൽ ഇടും. അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് പുറത്തൊക്കെ വേണമെങ്കിൽ പോകാം വേണമെങ്കിൽ. കാരണം ആ ഒരു ഫ്രോക്ക് നൈറ്റി ഇട്ടുകൊണ്ട് പുറത്ത് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഫ്രോക്കിന്റെ ഫീലാണ്. ഇവിടെ നമ്മുടെ ഇതിനനുസരിച്ച് ഇങ്ങനെ ഷേപ്പായിട്ട് വരും, താഴേക്ക് ഫ്രോക്ക് പോലെ. പിന്നെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം സെയിം, കയ്യും എല്ലാം സെയിം. ബാക്കിലും ഇത് തന്നെയാണ് കേട്ടോ. ബാക്കിൽ ഈ സ്മോക്കി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആദ്യം കുറച്ചെണ്ണം മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അടുത്തത് ഇത് ലൈറ്റ് ഷെയ്ഡോ ഡാർക്ക് ഷെയ്ഡോ ഇരുണ്ട ഷെയ്ഡോ തെളിഞ്ഞ ഷെയ്ഡോ ഒക്കെ ഉണ്ട്. അടുത്തത് ഇത് സ്ക്രീനിൽ സൈസ് ഇല്ല, സൈസ് ഫ്രീ സൈസ് ആണ്. റേറ്റ് എഴുതിയിട്ടുണ്ട്, റേറ്റ് കൂട്ടി വേണം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ. ഇനി പ്ലെയിന് നോർമൽ നൈറ്റി, കൈയൊക്കെ നോർമൽ ആയിട്ടുള്ള നൈറ്റി കണ്ടോ, പ്ലെയിൻ നൈറ്റി. ഇതും നല്ല സ്റ്റഫാണ് കേട്ടോ. നിങ്ങൾ ഈ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഫിനോട് അത്രയ്ക്ക് നല്ല സ്റ്റഫ്, ആൽഫൈൻ്റെ നല്ല കൂടിയ സ്റ്റഫാണിത്. ഇപ്പം നമ്മൾ റയോണിൻ്റെ എടുക്കുന്ന ആ മീറ്ററിൻ്റെ ഒന്നും വിലയ്ക്കൊന്നും കിട്ടത്തില്ല. നല്ല കൂടിയ കോട്ടൻ്റെ റേറ്റിലേ ഇത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിലും റയോണിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ചുരിദാറാണെങ്കിലും കൂടിയതിന് വില കൂടുതലാണ്, കോട്ടനേക്കാളും വില കൂടുതലാണ്. ഇത് കണ്ടോ, നെക്കിൽ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്, കൈ ഇങ്ങനെ നോർമൽ കൈ, ഫ്രീ സൈസാണ്. നിങ്ങൾ ഷേപ്പ് ചെയ്യണം. കൈ ഒക്കെ നോർമലാണ്. കൈയുടെ അറ്റത്തൊരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട്, വൈൻ കളറ്. അടുത്ത കളർ ഇതാ ഒരു എന്താ പറയുക, റാണി പിങ്ക് അല്ല, മെറൂൺ കളർ എന്ന് പറയാം. അടുത്തത് ടീൽ ബ്ലൂ. ഇനി വേറെ നൈറ്റിയെ, ഇത് നൈറ്റി കട്ടല്ല, ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ്. പ്രിന്റഡ് നൈറ്റി വേണമെന്നുള്ളവർക്ക് ഇതൊക്കെ നൈറ്റി കട്ടായിട്ട് വേണമെങ്കിൽ വിടാം. ഇവിടെ ഫ്രണ്ടിൽ മാത്രം ഒരു പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ചുരിദാർ കട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ കട്ടാ, ശരിക്കും ഇത് ചുരിദാർ കട്ട് തന്നെയാണ്. പക്ഷെ നൈറ്റി കട്ട് ഇടുന്നവർക്ക് വിടാം. കാരണം ഇതിന്റെ നെക്കിലെ ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്ന അങ്ങനെയാണ്. ഇവിടെ ഓപ്പൺ ഉണ്ട്. ഇതും ആൽഫൈൻ്റെ മെറ്റീരിയലാണ്, സെയിം തന്നെ, കളർ ചേഞ്ച് മാത്രം. നേവി ബ്ലൂ. ഇനി ഞാൻ എൻ്റെ ഫേവററ്റ് ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് കൂടെ 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റൊക്കെ ഇടാൻ നല്ലതല്ലേ, നല്ല ഫ്രീ ആയിട്ട് കംഫർട്ടായിട്ട് ഇടാം. നല്ല കണ്ടാൽ അത്യാവശ്യം സ്റ്റൈലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൽഫൈൻ്റെ മെറ്റീരിയലാണ്, നൈറ്റി കട്ടാണ്. ഇങ്ങനെ ഒരു സിമ്പിൾ നൈറ്റിയാണ്, പക്ഷെ എന്തോ ഒരു ചന്തം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഒരു മാംഗോ പ്രിന്റ് ഡിസൈനും ഒക്കെ വരുന്നിട്ട്. ഇതിന്റെ ഏറ്റവും വലിയ കംഫർട്ട്, ഈ തുണി എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്നറിയോ? ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യും. അതുപോലെ പിന്നെ ഈ പറഞ്ഞ പോലെ കല്ലയിലൊക്കെ ഇപ്പൊ കല്ലയിലൊക്കെ അങ്ങനെയൊന്നും ചെയ്യുന്നവരാരും കാണത്തില്ല. എന്നാലും ഞാൻ പറയാ, അങ്ങനെയൊക്കെ ചെയ്യുന്നാലും പക്ഷെ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഇത് നെക്ക് ഇങ്ങനെ വരും. നെക്കൊക്കെ ഒത്തിരി ഭയങ്കരമായിട്ട് ഇറുകിയല്ല ഇരിക്കുന്നത്, ഓവർ വൈഡും അല്ല, കറക്റ്റാണ്, നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് അടുത്തത് കണ്ടോ, ഇതെല്ലാം നിങ്ങൾ കാണും. അത്യാവശ്യം സൈസ് ഉണ്ട്, ഫ്രീ സൈസിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, മേടിച്ചിട്ട് സൈഡ് ഷേപ്പ് ചെയ്യുക. കൈയും സൈഡും ചുമ്മാ ഒന്ന് അടിച്ചു വിട്ടാൽ മാത്രം മതി. ഏത് ചെറിയ വണ്ണം ഉള്ളവർക്കും എടുക്കാം. പിന്നെ പൊക്കം നിങ്ങളുടെ വ്യത്യാസം, നല്ല പൊക്കം ഉള്ളവർക്കും ഇടാൻ പറ്റുന്ന അത്രയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടിവശം കൂടെ കട്ട് ചെയ്ത് തയ്ക്കണം. ഇത്തരം ഫ്രീ സൈസ് എക്സൽ എന്നാണ് കിടക്കുന്നത്, പക്ഷെ ഫ്രീ സൈസ് ആട്ടോ. എക്സൽ എന്ന് കിടക്കുന്നത് ഏതെങ്കിലും ഒരു സൈസ് അടിച്ചു വരും. അതുകൊണ്ട് എക്സൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. എന്ന് പറഞ്ഞിട്ട് ഡബിൾ എക്സലുകാർ ഓവർ വണ്ണം ഉള്ളവർ എടുക്കുകയും വേണ്ട. നൈറ്റിക്ക് റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നും നമുക്കില്ല കേട്ടോ. ഇതാ കോഫി ബ്രൗൺ. ഇതിന്റെ നെക്ക് കണ്ടോ, ഇങ്ങനെ യെല്ലോ, മസ്റ്റാർഡ് യെല്ലോടെ നല്ലൊരു കളറ്. ഇത് കണ്ടോ, നല്ലൊരു കളർ. ഞാൻ എടുത്തോ, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കളറേ, നല്ലൊരു കളറ്. എന്നാ കളറാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇച്ചിരി പെടും. പീച്ചോ ഓനിയനോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. സിമ്പിൾ ആണ്, പക്ഷെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇത് മസ്റ്റാർഡ് യെല്ലോടെ വേറെ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റഫ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ 100% പറയുകയാണ്.
ഇത് ഈ ടൈപ്പ്, അതായത് ഈ ആൽഫൈൻ്റെ നൈറ്റി ഒരിക്കലും ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്ഥിരം നൈറ്റി ഇടുന്നവരാണ് പിന്നെ അതേ ഇടത്തുള്ളൂ. കാരണം അത്ര കംഫർട്ട് ഫീലാണ് ശരിക്കും ഞാൻ പറയുന്നത്. ഞാനൊക്കെ ഈ ഒന്നാമത് ചൂടെന്ന് പറഞ്ഞാൽ 7 നേരം നടക്കുന്നേ. അപ്പം അങ്ങനെയുള്ളവർ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യം കേട്ടോ. അടുത്ത ഇത് ഇനി ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇനി എൻസ്റ്റൈലിൻ്റെ നൈറ്റീസ് കാര്യം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതും ബ്രാൻഡ് ഏതാന്ന് ചോദിച്ചാൽ മിസ് ഇന്ത്യയുടെ ബ്രാൻഡാണ് കേട്ടോ. മിസ് ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡഡ് നൈറ്റീസ് തന്നെയാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു മിസ് ഇന്ത്യയുടെ ബ്രാൻഡ് തന്നെയാണ് എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, നോക്കിയില്ല. ഇതൊക്കെ എല്ലാം മിസ് ഇന്ത്യയുടെ ബ്രാൻഡ്, ഈ മോഡലെല്ലാം. അപ്പം നൈറ്റിക്ക് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളൊന്നുമില്ല, ക്യാൻസലേഷൻ ഒന്നുമില്ല. 5, 8 നൈറ്റി, 10 നൈറ്റി ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട്. ഒന്നിച്ച് നൈറ്റി, ഒരു വർഷത്തെ എനിക്ക് നൈറ്റി വാങ്ങിക്കുന്നത് എനിക്ക് നല്ലതായിട്ട് അറിയാം. നമ്മുടെ കൂട്ടത്തിൽ നിന്നല്ല, നമ്മുടെ ഓൺലൈൻ വഴി. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.